അപ്പോ സാർ എനിക്കൊരു ചോദ്യം, നമ്മുടെ ലിഷ ചേച്ചിയുടെ കഥ കേട്ടിട്ട് ഇന്ദ്രൻ സേട്ടനോട് പറഞ്ഞിരുന്നോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, ഇവിടെ ഇരുന്നാണ് വിളിച്ചത്. ആണോ? നമുക്ക് കേൾക്കാലോ, നേരിട്ട് ഒരു ദിവസം നമുക്ക് കേൾക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് വയ്യ, ലോട്ടറി അടിച്ചു. He will do it. യെസ്. അപ്പൊ എന്തായാലും ഇത് തന്നെ വലിയ സന്തോഷം, അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു. ലിഷ എന്ന പേര് അദ്ദേഹത്തിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു അച്ചീവ്മെന്റ് അല്ലേ? ഒരുപാട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതെ അതെ, ഒരുപാട്. നേരത്തെ പറഞ്ഞ ഇന്ദ്രൻസിന്റെ കാര്യം പോലും, അതായത് ഈ മാലയോഗം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കടിഞ്ഞൂൽ കല്യാണത്തില് കോസ്റ്റ്യൂമറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ദ്രനോട് ചുമ്മാ ചോദിക്കും, ആക്ടിങ് ഇല്ല സാർ, ഞാൻ കോസ്റ്റ്യൂമറായിട്ട് എൻ്റെ നെക്സ്റ്റ് മൂവി അയലത്തെ അദ്ദേഹത്തില് കാസറ്റ് കടയിൽ മെയിൻ റോളാണ്. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ടാണ്. നെക്സ്റ്റ് മൂവി മേലെപ്പറമ്പിൽ ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ ഒരു കല്യാണ ബ്രോക്കറാക്കി. അപ്പോൾ തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇരിക്കുകയാണ്. ഞാനും മാണി സി കാപ്പനും കൂടെ ട്രിവാൻഡ്രത്ത് കൈരളിയിൽ മൂവി കാണാനിരിക്കുകയാണ്. ഇയാളുടെ ഇന്ദ്രൻസിന്റെ ഒരു ഷോട്ടുണ്ട് ഫസ്റ്റ്. അന്ന് കുറച്ചുകൂടെ ചെറിയ തലയും കുറച്ചിന്. ഫസ്റ്റ് ഷോട്ടിൽ ക്ലാപ്സ് ആണ് തിയേറ്ററിൽ. അന്ന് ഞങ്ങൾ കുറിച്ചിട്ടു, ഇത് മലയാളത്തിൽ വേറെ ലെവലിലായി വരുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണെന്നുള്ളത്. പിന്നെ അങ്ങോട്ട് എൻ്റെ എല്ലാ സിനിമകളിലും ത്രൂ ഔട്ട് ആദ്യത്തെ കൺമണി. അതെ. അപ്പോ ഇനി നമുക്ക് ബാക്ക് ടു കോമ്പറ്റീഷനിലേക്ക് പോവാം. ആൻഡ് നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും വിജയി കാത്തിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. പറക്ക ജ്വല്ലേഴ്സ് ആണ് അത് നൽകുന്നത്. 2ാം സമ്മാനം 2 ലക്ഷം രൂപ നൽകുന്നത് ICL ഫിൻകോർപ്പാണ്. 3ാം സമ്മാനം 1 ലക്ഷം രൂപ നൽകുന്നത് കൃഷ്ണ തുളസി കപ്സിറപ്പാണ്. പിന്നെ ശ്വേതാജി എന്ത് തരും? പോക്കറ്റ് മണി. അപ്പോ ആ പോക്കറ്റ് മണി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. റെഡിയല്ലേ? റെഡിയാണ്. അപ്പോൾ ഇന്ന് സാറിന്റെ മുന്നിൽ കഥ പറയുമ്പോൾ എന്ന സെഗ്മെന്റിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഭാവങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ സ്വന്തം ദിവ്യശ്രീ ആൻഡ് രുദ്ര. അപ്പോൾ കഥ പറയാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ സാറിനോട് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കൈ കണ്ണും കൊണ്ടൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. വെറുതെ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോഴത്തേനും 100 ഭാവം മനസ്സിൽ ഇങ്ങനെ മുഖത്ത് വരും. എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻസ്? അത് പറയൂ. എത്ര ദിവസം എടുത്തു ഒരു കഥ മെനഞ്ഞെടുക്കാൻ? ഈ കഥ പറയുന്ന ഈ ഒരു ടാസ്ക് കുറച്ച് ടെൻഷനായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെ എഴുതും, കുറേ പേരോടൊക്കെ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെ ചെയ്യും. അപ്പോൾ എല്ലാവരും, ചില ആൾക്കാർ ചോദിക്കും, എന്താ ദിവ്യ ഇത്രയും നല്ലൊരു കഥ നിങ്ങൾക്ക് തരുമ്പോൾ എന്താ അവർ സിനിമയാക്കാനൊക്കെ വെച്ച സാധനങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരികയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആകെപ്പാടെ ടെൻഷനാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ കുറേ ഇരുന്ന് ആലോചിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹെൽപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച ഒരു കഥയായിരുന്നു, ഒരു അച്ഛൻ്റെയും ഒരു മകൻ്റെയും ഒരു കഥ. പക്ഷെ അതൊരു നോവൽ ടൈപ്പ്, ഇങ്ങനെ സാഹിത്യപരമായിട്ട് അങ്ങനെ പോകുന്ന ഒരു സംഭവമായിപ്പോയി. സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ വേറെ രീതിയിൽ മാറ്റി. അല്ല, എന്നതിന് ശേഷം പിന്നെ ഇവിടെ വന്നപ്പോൾ ഗ്രൂമിങ് ടൈമിലായിരുന്നു ആ ഒരു ഇത് വരുന്നത്. ആ ഒരു കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയി. അങ്ങനെ പെട്ടെന്നാണ് കഥ മാറ്റുന്നത്. അങ്ങനെ പെട്ടെന്ന് മാറ്റിയ ഒരു ഇന്നലെ മാറ്റിയ കഥയുമായിട്ടാണ് ഞാൻ വരുന്നത്. സൂപ്പർ. അപ്പൊ അതൊരു വല്ലാത്തൊരു ധൈര്യമാണല്ലേ. സാർ റെഡി അല്ലേ? സാറിന്റെ കയ്യിലാണ് എല്ലാം. സാർ നല്ല മൂഡിലാണെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഓക്കെ? അയ്യോ, ദേഷ്യപ്പെടുത്തൊന്നുമില്ല, കുഴപ്പമില്ല.